പിന്നെ ചോദിക്കാമോന്ന് അറിയില്ല. ഒരു UN സിവിൽ തലവെട്ടി സർവീസ് കളയും മോഡി അവിടെ ശ്രമിക്കുന്നില്ല. അതല്ല ആ ചോദ്യമല്ല, ഇതൊരു ഒരു UN IAS നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു UN സിവിൽ സർവീസ് സെലക്ട് ചെയ്യാൻ നമുക്ക് എന്ത് സാലറി കിട്ടും? ഓ, ഞാൻ സത്യം പറയട്ടെ, ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് IAS കിട്ടുന്ന ശമ്പളം 5000 രൂപയായിരുന്നു. ലേബർ കമ്മീഷൻ ആയിരുന്നു. 78 ജോയിൻ ചെയ്തു, 91 പറയുന്നത് എന്ന് പറഞ്ഞാൽ 13 കൊല്ലത്തോളം ജോലി ചെയ്തിട്ട് 5000 രൂപയാണ് എനിക്ക് തിരുവനന്തപുരത്ത് ശമ്പളം കിട്ടിയിരുന്നത്. അപ്പം എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. അവരെ പുറത്ത് കൊണ്ടുപോയിട്ട് അവർ ഒരു ഐസ്ക്രീമൊക്കെ ചോദിച്ചാൽ കഷ്ടിച്ച് പേഴ്സൊക്കെ നോക്കി ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കും. അത് കഴിയുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോകണം, കാരണം രണ്ടാമത്തെ ചോദിച്ചാൽ പേഴ്സിൽ പണമില്ല. അപ്പൊ അത്രയും ദാരിദ്ര്യമായിരുന്നു അന്ന് IAS 5000 രൂപയാണ്. ഈ 1982 80 91 92 പിന്നെയും മനസ്സിലാക്കാം. 5000 കുഴപ്പമില്ല. 91 അല്ല 81 79 സാർ. ഞാൻ 78 IAS ചേർന്ന് UN പോയത് 91. അല്ലല്ല, പോകുന്നതിനൊരു തലേ ദിവസം വരിക്കുള്ള കാര്യം ഞാൻ അപ്പൊ UN പോകുന്നതിന്റെ തലേ ദിവസം വരിക്ക് ഒരാമത്തെ ഐസ്ക്രീം കഴിച്ച് വേഗം അവരെ കൊണ്ടുപോകും കാറിൽ കയറ്റി. കാരണം രണ്ടാമത്തെ ചോദിച്ച പൈസയില്ലേ കൊടുക്കാൻ, ബഡ്ജറ്റ് ആകെ. അപ്പൊ അവിടെ 5000 രൂപയിൽ നിന്ന് ഞാൻ UN ഇന്ത്യയിൽ ആദ്യം ചേർന്നത് ഡൽഹിയിൽ. എനിക്ക് 5000-ൽ നിന്ന് 55,000 രൂപയില് 11 തവണ, അതും ടാക്സ് ഫ്രീ. ഇവിടെ 5000 കിട്ടിയാൽ 500 രൂപ ടാക്സ് കൊടുക്കണം, അവിടെ 55,000 കിട്ടിയ ഒന്നും ടാക്സ് കൊടുക്കണം. പക്ഷെ ഏറ്റവും മെച്ചം അതല്ല. ഏറ്റവും മെച്ചം ഞങ്ങൾക്ക് ഒരുപാട് യാത്രയുണ്ട്. അപ്പൊ ബോംബെയിൽ പോയിട്ട്, ബോംബെയിൽ എൻ്റെ പെങ്ങളുണ്ട്. അപ്പൊ ബോംബെയിൽ പോയിട്ട് 3 ദിവസത്തെ അവിടെ വർക്ക് ഉണ്ടെങ്കിൽ ഓരോ ദിവസം $250 കിട്ടും. അത് ഏത് ഹോട്ടലിൽ താമസിച്ചാലും, അവിടുത്തെ ജോംപടിയിലോ അല്ലെങ്കിൽ അവിടുത്തെ ധരാവിയിൽ താമസിച്ചാലും $250 വെച്ചിട്ട് കിട്ടും. എൻ്റെ പെങ്ങൾ അവിടെ, എൻ്റെ അളിയൻ അവിടെ നേവിയിലായിരുന്നു. അപ്പൊ അവിടെ പോയി താമസിക്കും. അപ്പൊ അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടായിരുന്നു.